ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. പുതിയ വാക്കുകൾ പഠിച്ചാലോ? റെഡിയാണോ? ഹാപ്പിയാണോ? പുതിയ വാക്കുകൾ പഠിക്കാൻ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? അതെ. എന്താ പറയണ്ടേ? അതെ. മനസ്സിലായോ? ഓക്കെ, നമുക്കപ്പോൾ പുതിയ വാക്കുകളിലേക്ക് പോവാം കേട്ടോ. ആദ്യം നമുക്ക് ഈ അക്ഷരം എഴുതാം. ഇതേതാണ് ഈ അക്ഷരം? പഠിച്ചിട്ടുള്ളതാണല്ലോ. ഈ. ഇതെന്താണ്? ഇതേതാണ് ഈ അക്ഷരം? പറ. ല. അപ്പോൾ രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഈ ല. എന്താണ്? ഇല എന്ന് പറഞ്ഞേ. ഇല. എന്താണ് ഇല എന്ന് പറഞ്ഞ? ഇല എന്ന് പറഞ്ഞ എന്താ? ലീഫ്. കേട്ടിട്ടുണ്ടോ? ചെടിയുടെ ഒരു ഭാഗം. എന്താണ്? ഇല. ഈ ല. ഇല. ഈ ല. ഇല. കണ്ടോ? ഇതാണ് ഇല. ഇല കണ്ടിട്ടില്ലേ? ചെടികൾക്കൊക്കെ കണ്ടിട്ടില്ലേ? ചെടികൾക്ക്, മരങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ട് ഇല, അല്ലേ? ഇല. എന്താണ്? ഇല. ഇതാണ് നമ്മൾ പഠിച്ചത്, ഇല. ആദ്യത്തെ വാക്ക്. അടുത്ത വാക്ക് ഈ ആണ്. ഈ ഭാഗത്തുള്ളതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഈ ഭാഗത്തുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. ഈ കഴിഞ്ഞിട്ട് ഈ ചിഹ്നം. ഈ ഉണ്ടാ. ഈ എന്ന് പറയുന്ന അക്ഷരം. ഈ. അടുത്തത് ഇതെന്താണ്? ര. എന്താണ് ഈ അക്ഷരം? ര. ഉണ്ടോ? ഈ. ഒരു മിനിറ്റ്. ര. ഈ. ര. 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 ഇ. ടി. മനസ്സിലായോ? കൂട്ടി വായിക്കുമ്പോൾ ഈ ര ഡി. ഈരടി. എന്താണ്? ഈരടി. ഒന്ന് കൂട്ടി വായിച്ചേ. ഈ ര ഡി. ഈരടി. മനസ്സിലായോ? ഈരടി എന്ന് പറഞ്ഞാൽ 2 വരി എന്നാണ് അർത്ഥം. മനസ്സിലായോ? 2 വരി. 2 വരി. വരയല്ല, 2 വരി. നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഈ കവിതകളൊക്കെ വായിക്കുമ്പോൾ, പാട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൽ 2 ലൈൻ അല്ലേ? ആദ്യത്തെ ലൈൻ, രണ്ടാമത്തെ ലൈൻ. ഈരടി. 2 വരി. 2 വരികൾ. അതാണ് ഈരടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചു ഇല, ഈരടി. രണ്ടാമത്തെ വാക്ക് നമ്മൾ പറയാനും എഴുതാനും പഠിച്ചു. ഇനിയുള്ളത് ഈ ഭാഗത്തുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മൾ അടുത്തത് എഴുതുന്നത്. ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. ഇതെന്താണ്? ഒരുപാട് ക്ലാസ്സുകളായി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നതാ. എന്താ അത്? ത. ഈ ചിഹ്നം ഈ. ത, ഈ. അപ്പൊ എന്താണ്? തീ. എന്താണ്? തീ. തീ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തെ തീ. ഇത് ഒറ്റയ്ക്കൊരു അക്ഷരമേ ഉള്ളൂ, ചിഹ്നം ചേർത്ത്. പക്ഷെ ഇതിന്റെ മീനിങ് എന്താണ്? ഫയർ. ഫയർ. എന്താണ്? തീ. തീ കത്തുന്നു. നമ്മൾ പറയില്ലേ? തീ കത്തിക്കുക. മനസ്സിലായോ? ഫയർ. തീ. ഓക്കെ. അടുത്തത് ത,
ഈ എന്ന ചിഹ്നം. അപ്പൊ എന്താണ്? തീ, തീ. ഇതെന്താണ്? ര. ഏതാണ്? ര. ഇത് വരുമ്പോ ഇവിടെ ഇല്ലേ? ടീച്ചർ എഴുതുന്ന അക്ഷരങ്ങളൊക്കെ ഈ ഭാഗത്തില്ലേ? ര, അം. ര, അം. എങ്ങനെ കൂട്ടി വായിക്കാം? രം. ഓക്കെ. അപ്പോ തീരം. എന്താണ്? ത, ഈ, തീ, ര, അം, രം. തീരം. എന്താണ്? തീരം. എന്താണ് തീരം? നദിയുടെ തീരം, അരിക്. നദിയുടെ അടുത്ത്, പുഴയുടെ അടുത്തൊക്കെ പോയിട്ടില്ലേ? ഇല്ലേ? ലേക്ക്, തടാകത്തിന്റെ അടുത്തൊക്കെ പോയിട്ടില്ലേ? അല്ലേ? അതിന്റെ അരിക്, അതിന്റെ അരിക് ഭാഗം. അല്ലേ? നമ്മള് നദിയുടെ കരയിലല്ലേ നമ്മൾ നിൽക്കുള്ളൂ? അല്ലേ? അല്ലേ? ഒരുപാട് ദൂരേക്ക് നദിയിലേക്ക് ഇറങ്ങി പോവില്ലല്ലോ. അപ്പൊ നദിയുടെ തീരം, നമ്മൾ നിൽക്കുന്ന കരയുടെ ഭാഗവും നദിയുടെ തൊട്ടടുത്ത്, അതാണ് എന്ത്? തീരം എന്ന് പറയുന്നത്. തീരം, നദീതീരം, നദിയുടെ തീരം, തീരം. മനസ്സിലായോ? അടുത്തത് ഇതേതാണ് ഈ അക്ഷരം? പ. ഏതാണ്? പ. ഈ ചിഹ്നം ഏതാണ്? ഈ. അപ്പൊ ഇത് കൂട്ടി വായിക്കുമ്പോ എങ്ങനെയാ? പി, ല, പ, ഈ, പി. ഇത് ല, ല, ഇ. അപ്പൊ എങ്ങനെയാ അത് വായിക്കാം? ലി, ലി. എന്താണ്? ലി. അപ്പൊ പീ, ലി, പീലി. എങ്ങനെ വായിക്കാം? പീലി എന്ന് പറഞ്ഞേ. പീലി. കിട്ടിയോ? മയിൽ പീലി കണ്ടിട്ടുണ്ടോ? പീക്കോക്കിനെ കണ്ടിട്ടുണ്ടോ? പീക്കോക്ക് അതിന്റെ തൂവല് കണ്ടിട്ടുണ്ടോ? അതിനെയാണ് പീലി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ തൂവലിനെയാണ് പീലി എന്ന് പറയുന്നത്. അതുകൂടാതെ കൺപീലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ എന്ന് പഠിച്ചോ? കൺപീലി. അതും പീലി തന്നെയാണ്. അത് കൺപീലി, ഇത് തൂവല്. മനസ്സിലായോ? പീലി, തൂവൽ എന്ന അർത്ഥത്തിലാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. പീലി, മയിൽ പീലി. ഓക്കെ. ആ വാക്കുകളൊക്കെ ടീച്ചർ അക്ഷരങ്ങൾ പതുക്കെ പതുക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? അടുത്ത വാക്കുകളിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകളാണ്, എളുപ്പമുള്ളതാണ് ടീച്ചർ ആദ്യം എഴുതുന്നത്. ഓക്കെ. പിന്നെ അടുത്ത അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളോട് ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിക്കാം. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ല, ഇല. ഈരടി, ഈരടി. ത, ഈ, തീ. ത, ഈ, തീ, ര, അം, രം. തീരം. പ, ഈ, പി, ല, ഇ, ലി, പീലി. ഓക്കെ. പഠിച്ചില്ലേ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും മലയാളം വായിക്കാൻ, ഒരു ദിവസം വായിക്കാൻ, ഒരു ദിവസം എഴുതാൻ വേണ്ടി വെറും 15 മിനിറ്റ് മാത്രമെങ്കിലും ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിൽ പതിയും, മറക്കാതെ നിൽക്കും. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഏതക്ഷരവും ഏത് ചിഹ്നവും ഏത് വാക്കും നിങ്ങൾക്ക് പറയാനും വായിക്കാനും എഴുതാനൊക്കെ പറ്റും. ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും മുടങ്ങാതെ മലയാളം പഠിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. ഓക്കെ.
നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ശുഭദിനം.